ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഇതാ കണ്ടില്ലേ, മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞായിക്ക് പനിയായത് കാരണം ഇന്നലെ നമ്മളുടെ ഹോമിയോയിലൊന്ന് കൊണ്ടുപോയി കേട്ടോ. ഹോമിയോ കൊണ്ടുപോയപ്പോൾ ആ ക്ലിനിക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതാ വലിയൊരു മുരിങ്ങ മരം നിൽക്കുന്നു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ കുറച്ച് ഒടിച്ച് തരാൻ. അപ്പം തന്നെ എന്തായാലും കേട്ടപ്പെടുത്തി ചേട്ടായി പോയി കുറച്ച് ഇങ്ങ് പിച്ചിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം തന്നെ അതെല്ലാം ഞാനത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 പിടി പരിപ്പ് ഞാൻ, അതായത് നമ്മുടെ തുമരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ്, അതൊരു 3 പിടി ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് എടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്ത തുമരപ്പരിപ്പാണ് ഞാനിപ്പോൾ നല്ലതായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്, വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരുന്ന അതേ രീതി ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ഈ പരിപ്പൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോവും. അങ്ങനെ ആകാൻ പാടില്ല. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. ഇത് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടാതെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇനി നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഈ സമയത്ത് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എരിവിന് ആവശ്യമുള്ള ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്. കാരണം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക, നല്ല പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, കടുക് ഇടുക. പിന്നെ ഒരുപാട് ചെറിയ ഉള്ളി ഇല്ലേ, നമ്മുടെ ചുമന്നുള്ളി അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. അതൊരു ഗോൾഡൻ കളർ ആകുന്നതിന് മുൻപായിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ആ ഒരു ജലാംശം, അതിൻ്റെ അകത്ത് ഈർപ്പം ഒന്ന് മാറുന്നവരെ. എന്നിട്ട് നമ്മളൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, നമ്മുടെ തുമരപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇലയില്ലേ, അത് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കുക വീണ്ടും. അപ്പോൾ ഒരുമിച്ച് വാരിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അവിടെ ഒക്കെ കുഴഞ്ഞിങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മുരിങ്ങയിലയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കർക്കിടക മാസത്തിലൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന പഴമക്കാർ പറയാറുണ്ട്. അല്ല, വിഷാംശം എന്ത് ഇറങ്ങാറുണ്ട്, അത് നമ്മളുടെ എന്താ പറയുക, ഡൈജഷൻ എന്തോ പ്രോബ്ലം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ്, അതാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളാരും ഇത് എടുക്കണ്ട. എനിക്ക് കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. സംഭവം എന്താ പറയുക, കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ ആ ഒരവസ്ഥയാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് മുരിങ്ങയുടെ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ളതാണ് നമ്മളുടെ മുരിങ്ങയുടെ ഇലയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരുമിച്ച് കൊണ്ടിട്ട് ഇളക്കി കൂടായോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഒന്നാമത് ഞാനിത് കഴുകിയിട്ടാണ് വെച്ചിരുന്നത്. അതായത് വൈകിട്ട് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഇത് വൃത്തിയാക്കിയിട്ട് ഞാൻ കഴുകി നല്ല രീതിയിൽ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി, എന്നുവെച്ചാൽ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതല്ലേ, അതുകൊണ്ടിട്ട് നന്നായിട്ട് കഴുകി ഞാനിങ്ങനെ വെള്ളമൊക്കെ തോർത്തിയിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ പരുവമൊക്കെ കറക്റ്റ് ആവുമോ എന്നറിയില്ല. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ മുരിങ്ങയിലയുടെ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ഉണ്ടായിരുന്നത്. ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും, നമ്മളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും ബോണിൻ്റെ ഹെൽത്തിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില നമ്മുടെ എല്ലാവരുടെ വീടുകളിലും മുരിങ്ങയില്ലാത്ത എവിടെയും ഉണ്ടാകില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതും ആയിരിക്കും. എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അറിയാവുന്നവരുണ്ട് എങ്കിൽ ഉണ്ടെന്നല്ല, കാണുമെന്ന് എനിക്കറിയാം, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങയില കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. കണ്ണിൻ്റെയൊക്കെ ആരോഗ്യത്തിനും നമ്മളെ ഹെയറിന്, സ്കിന്നിന് ഒരുപാട് നമ്മളുടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ തന്നെ ഈ മുരിങ്ങയുടെ പൗഡറൊക്കെ നമുക്ക് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വില കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അത്രയ്ക്ക്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മാർക്കറ്റിലൊക്കെ അത്രയും വില വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഗുണം ഉണ്ടായിട്ടല്ലേ. ഹെൽത്തിൽ നമുക്ക് ഒരുപാട് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോയിട്ട് വില കൂടിയ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് വെറുതെ വിഷാംശമൊക്കെ അടിച്ചു വരുന്ന പച്ചക്കറിയൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. എന്തിനാ അതിനായിട്ട് പൈസ കളയുന്നത്? നമ്മളുടെ വീട്ടുമുറ്റത്തുള്ള പപ്പായയും പിന്നെന്താ പറയുക, വീട്ടിലെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചേനയിലൊക്കെയുള്ള ഗുണങ്ങളൊന്നും ഈ പച്ചക്കറികളിലൊന്നും കിട്ടില്ല. പക്ഷേ അല്പം മെനക്കെടണം. ഇതൊക്കെ ഒന്ന് പിച്ചിയെടുക്കാൻ അല്പം സമയം. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, പിച്ചിയെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് വെച്ചേക്കുക, കഴുകിയിട്ട്. എന്നിട്ട് രാവിലെ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞാൽ മതി കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിങ്ങ് വരുവേ.
അപ്പോൾ ഉപ്പിൻ്റെ അംശം അല്പം കുറവായത് കാരണം എന്താ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ഇതേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളി പരിപ്പും മുരിങ്ങയിലയും കൂടി തോരൻ വെക്കാത്തവരായിട്ടുള്ള ആരും മലയാളികൾ കാണില്ല അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. കാഴ്ചയ്ക്ക്, കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഒരുപാട് നമ്മളുടെ ഈ ഹോർമോണിൻ്റെയും ഇപ്പോഴത്തെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് ഹോർമോണിൻ്റെ പ്രശ്നം ഇല്ലേ? പീരീഡ്സിൻ്റെ ഒക്കെ റെഗുലറൊക്കെ ആകാനൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് റെഗുലറാക്കി നോക്കിക്കോളൂ. നമ്മളുടെ ഫുഡിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, ദിവസമുള്ള ഇതിലൊന്ന് ആഡ് ചെയ്ത് നോക്കുക. പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇലക്കറികളുടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഈ മെഡിസിന് പോകുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉള്ള ഇതിനൊക്കെ തന്നെയാണ്. നമ്മളുടെ എല്ലാ മെഡിസിനും ഇതിലൊക്കെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മളുടെ മുരിങ്ങയില തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലയുടെയും കൂടെ പരിപ്പിൻ്റെ സാമ്പാർ പരിപ്പിൻ്റെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ.